പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7ൻ്റെ ചാപ്റ്റർ 6ലെ പേജ് നമ്പർ 143ലെ ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ 8th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Angan wants to climb an 8-step staircase. His playful rule is that he can take either 1 step or 2 steps at a time. For example, one of his paths is 1 2 2 1 2. In how many different ways can he reach the top? അപ്പം 8 സ്റ്റെപ്സ് ഉള്ള ഒരു സ്റ്റെയർ കേസ് ക്ലൈംബ് ചെയ്യാൻ വേണ്ടി അൻഗാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവൻ്റെ റൂൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ അവൻ ഒരു സ്റ്റെപ്പ് വെക്കും, അല്ലെങ്കിൽ 2 സ്റ്റെപ്സ് ഒരേ സമയം വെക്കും. അപ്പോൾ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യം ഒരു സ്റ്റെപ്പ്, പിന്നെ 2 സ്റ്റെപ്പ്, പിന്നെ 2 സ്റ്റെപ്പ്, പിന്നെ ഒരു സ്റ്റെപ്പ്, പിന്നെ 2 സ്റ്റെപ്പ്. ഇങ്ങനെയാണ് അവൻ ക്ലൈംബ് ചെയ്യുന്നത്. ഇതേപോലത്തെ എത്ര വേസിൽ അവന് മുകളിലെത്താനായിട്ട് കഴിയും. ഇതേപോലെ കയറുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് വെച്ച് എത്ര ബേസിൽ അവന് മുകളിലെത്താനായിട്ട് കഴിയും. അപ്പോൾ ഇതേപോലത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്, അതായത് 5 ബീറ്റ്സ് ഉള്ളതിന് എത്ര റിതംസ് ഉണ്ട് അത് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. അതറിയാവുന്നവർക്കിത് ഈസി ആയിരിക്കും. അപ്പോൾ എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് എഴുതി ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് വേയ്സും എഴുതുന്നു, നമ്പർ ഓഫ് വേയ്സും എഴുതുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് വേയ്സിൽ ഓരോ സ്റ്റെപ്പുകൾ വെച്ചാണെങ്കിൽ 1 + 1 + 1 + 1 + 1 + 1 + 1 + 1 8 ടൈംസ് 1. അപ്പോൾ ഓരോ സ്റ്റെപ്പ് വെച്ച് കയറുകയാണെങ്കിൽ അങ്ങനത്തെ വേയിൽ ഒരു പ്രാവശ്യമേ കയറാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തത് ഒരു പ്രാവശ്യം 2 സ്റ്റെപ്പ് വെക്കുന്നു. അപ്പോൾ എങ്ങനെ വരും? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ടോട്ടൽ സ്റ്റെപ്പുകൾ എത്രയേ വരാൻ പാടുള്ളൂ? 8 വരാൻ പാടുള്ളൂ. അപ്പോൾ 1 എഴുതുന്നത് 6 ടൈംസും ഒരു പ്രാവശ്യം 2ഉം എഴുതുക. അപ്പോഴേ ടോട്ടൽ 8 ആകത്തുള്ളൂ. നിങ്ങൾ 7 പ്രാവശ്യം 1 എഴുതിയിട്ട് 2 എഴുതരുത്. അപ്പോൾ എന്താവും? 9 ആകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു വേയിൽ കയറാം. ഇനി എന്ത് ചെയ്യുന്നു? ഈ 2 ഫ്രണ്ടിലേക്ക് വന്ന് എഴുതുക. അപ്പോൾ എത്രയാണ്? 5 പ്രാവശ്യം ഒരു സ്റ്റെപ്പ് കയറിയിട്ട് പിന്നെ 2 സ്റ്റെപ്പ് കയറുന്നു, പിന്നെ ഒരു സ്റ്റെപ്പ് കയറുന്നു. അങ്ങനെ 1 + 1 + 1 + 1 + 1 + 2 + 1. ഇനി അടുത്തത് 1 + 1 + 1 + 1 + 2 + 1 + 1. അടുത്തത് 1 + 1 + 1 + 2 + 1 + 1 + 1. അടുത്തത് 1 + 1 + 2 + 1 + 1 + 1 + 1. അടുത്തത് 1 + 2 + 1 + 1 + 1 + 1 + 1. അടുത്തത് 2 ഫ്രണ്ടിൽ വരുന്നു. 2 + 1 + 1 + 1 + 1 + 1 + 1. എത്രയായി? 1 2 3 4 5 6 7. അപ്പോൾ ഇവിടെ 7 വേസിൽ നമുക്ക് ഒരു പ്രാവശ്യം 2 വെച്ചുള്ളത് എഴുതാൻ പറ്റി. ഇനി അടുത്ത നമ്മൾ 2 ടൈംസ് വരുന്ന രീതിയിൽ എഴുതുന്നു. അപ്പോൾ 1 + 1 + 1 + 1 + 2 + 2. അപ്പോൾ എത്ര 2 എടുക്കുന്നു അതനുസരിച്ച് വേണം 1ൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാൻ. ഇവിടെ 2 ടൈംസ് എടുത്തു. അപ്പോൾ 1 4 ടൈംസ്. ഇനി എന്ത് ചെയ്യുന്നു? ഇനി നമ്മൾ ഈ 2 2വിനെ അല്ലെങ്കിൽ ഒരു 2വിനെ നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് എഴുതുന്നു. അപ്പോൾ 1 + 1 + 1 + ഇനി ഈ 2 ഇങ്ങോട്ട് മാറുന്നു. അപ്പോൾ 2 + 1 + 2. ഇനി ഈ 2 ഫ്രണ്ടിലേക്ക് വരുന്നു. അപ്പോൾ 1 + 1 + 2 + ഈ 1 ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ 1 + 1 + 2. അടുത്തത് 1 + 2 + 1 + 1 + 1 + 2. ഇനി 2 ഫ്രണ്ടിൽ വരുന്നു. അപ്പോൾ 2 + 1 + 1 + 1 + 1 + 2. ഇനി അടുത്തത് ഈ 2 2കളും ഫ്രണ്ടിലേക്ക് വരുന്നു. ഓക്കെ. അപ്പോൾ എന്ത് വരും? 1 + 1 + 1 + 2 + 2 + 1. ഓക്കെ. ഇനി എന്ത് ചെയ്യുന്നു? ഇനി ഇവിടുന്ന് ഒരു 2 ഫ്രണ്ടിലേക്ക് കയറുന്നു. അപ്പോൾ 1 + 1 + 2 + 1 + 2 + 1. വീണ്ടും ഈ 2 ഫ്രണ്ടിലേക്ക് കയറുന്നു. അപ്പോൾ 1 + 2 +
1 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 1. ഇനി 2 ഫ്രണ്ടിൽ വരുന്നു. അപ്പോൾ 2 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 1. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ 2 2കളും ഒരു 1ൻ്റെ ഫ്രണ്ടിൽ കയറി. ഇനി ഈ 2 2കളും 2 1ൻ്റെ ഫ്രണ്ടിൽ കയറുന്നു. അപ്പോൾ 1 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 1 പ്ലസ് 1 എന്നാവുന്നു. ഇനി ഈ ഒരു 2 ഫ്രണ്ടിലേക്ക് കയറുന്നു. അപ്പോൾ 1 പ്ലസ് 2 പ്ലസ് 1 പ്ലസ് ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ് എഴുതുന്നത് കേട്ടോ. ഇനി 2 ഫ്രണ്ടിൽ കയറുന്നു. അപ്പോൾ 2 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 1 പ്ലസ് 1. ഇനി അടുത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇനി അടുത്തത് 2 2കളും വീണ്ടും ഒന്നുകൂടെ ഫ്രണ്ടിലേക്ക് കയറുന്നു. അപ്പോൾ 1 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1. നിങ്ങൾ ശ്രദ്ധിക്കുക, 4 1കളും 2 2കളുമാണ്, അത് തെറ്റരുത് കേട്ടോ. ഇനി ഇവിടുന്ന് ഒരു 2 ഫ്രണ്ടിലേക്ക് കയറുന്നു. അപ്പോൾ 2 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1. അപ്പം 2 2കളും 3 1 ഫ്രണ്ടിൽ കയറി. ഇനി 2 2കളും എന്ത് ചെയ്യുന്നു? 4 1ൻ്റെയും ഫ്രണ്ടിൽ കയറുന്നു. ഇങ്ങനെ വന്നു. അപ്പോൾ 2 2 യൂസ് ചെയ്തുള്ള ഇത്രയും എണ്ണം നമ്മൾ എഴുതി. എത്ര എണ്ണം ഉണ്ട്? ഇങ്ങനെ ഓർഡർ അനുസരിച്ച് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റാതെ എഴുതാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പോൾ ഇത് 15 വേസിൽ നമുക്ക് 2 2 ഉള്ളതിനെ എഴുതാനായിട്ട് പറ്റി. ഇനി അടുത്തത് 2 1ഉം 3 2ഉം വരുന്ന രീതിയിൽ എഴുതുന്നു. അപ്പോൾ 1 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2. ഇവിടെ നമ്മൾ 1 കുറവായതുകൊണ്ട് 1നെയാണ് മൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 1നെ നമ്മൾ ഇങ്ങോട്ട് ഓരോന്നിലേക്കും മൂവ് ചെയ്യുന്നു. അപ്പോൾ 1 പ്ലസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ 2 ഇപ്പുറത്ത് വരും. 2 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 2. ഇനി വീണ്ടും 1 ഇങ്ങോട്ട് മൂവ് ആകുന്നു. അപ്പോൾ 1 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 1 പ്ലസ് 2. 1 ഇനി ലാസ്റ്റിൽ വരുന്നു. അപ്പോൾ 1 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 1. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 1 ആയിരുന്നു മൂവ് ചെയ്തത്. ഇനി നമ്മൾ 2 1കൾ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ 2 1 ഇങ്ങോട്ട് മാറുന്നു. അപ്പോൾ 2 ആദ്യം വരുന്നു. 2 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 2. ഇനി ഇതിൽ നിന്ന് ഒരു 1നെ നമ്മൾ മൂവ് ചെയ്യുന്നു. അപ്പോൾ 2 പ്ലസ് 1 പ്ലസ് 2 ഇവിടെ വരുന്നു. പ്ലസ് 1 പ്ലസ് 2. വീണ്ടും 1 ഇങ്ങോട്ട് മൂവ് ആകുന്നു. അപ്പോൾ 2 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 1. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായിരുന്നു? ഒരു 2 ആയിരുന്നു മൂവ് ചെയ്തത് അല്ലേ? സോറി, ആ ഒരു 2 മൂവ് ചെയ്തു. ഇനി 2 2നെ മൂവ് ചെയ്യുന്നു. അപ്പോൾ 2 പ്ലസ് 2 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 2 എന്ന് വരും. ഇനി ഇവിടെ നിന്ന് ഒരു 1നെ നമ്മൾ മൂവ് ചെയ്യുന്നു. 2 പ്ലസ് 2 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 1 എന്നാവുന്നു. ഇനി അടുത്തത് 1 ലാസ്റ്റിൽ പോകുന്നു. 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 1 പ്ലസ് 1. അപ്പോൾ എത്രയായി? 1 2 3 4 5 6 7 8 9 10 ഡിഫറെൻറ്റ് വേസിൽ 3 2കൾ യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റി. ഇനി ലാസ്റ്റ് വേ എന്തായിരിക്കും? മൊത്തം 2 വെച്ചിട്ട്. അപ്പോൾ 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2. ഇത് ഒരു വേയിലേ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ടോട്ടൽ എത്ര ഡിഫറെൻറ്റ് വേസിലായി? 1 പ്ലസ് 7 പ്ലസ് 15 പ്ലസ് 10 പ്ലസ് 1. So total ways in which Angan reaches the top is equal to 1 plus 7 plus 15 plus 10 plus 1 is equal to 7 plus 1 8, 8 plus 1 9, 9 plus 10 19, 29 34 ways. അപ്പോൾ അൻഗാന് 34 വേസിൽ ഇങ്ങനെ സ്റ്റെപ്സുകൾ ക്ലൈംബ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് എഴുതുമ്പോൾ നിങ്ങൾ ഓർഡർ അനുസരിച്ചിട്ട് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റാതെ എഴുതാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആൻസർ കിട്ടത്തില്ല കേട്ടോ. ഞാൻ ഈ എഴുതി കാണിച്ച പോലെ ഇവിടെ 2ൻ്റെ എണ്ണം കുറവായതുകൊണ്ട് 2 ആണ് നമ്മൾ ഓരോ സ്റ്റെപ്പ് വീതം മുൻപോട്ട് മൂവ് ചെയ്ത് എഴുതിയത്. താഴെ വന്നപ്പോൾ 2 2 ഉണ്ടായിരുന്നു. ആദ്യം അതിലൊരു 2 മൂവ് ചെയ്ത് ഫസ്റ്റ് വരെ എത്തുന്നു. അത് കഴിഞ്ഞ് 2 2
ഒരു 1ൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവരിക, എന്നിട്ട് അതിൽ നിന്ന് ഒരു 2നെ മൂവ് ചെയ്യുക, അങ്ങനെ പിന്നെ 2 2 ഫ്രണ്ടിൽ കൊണ്ടുവരിക, അങ്ങനെ എഴുതുക കേട്ടോ. ഇവിടെ വരുമ്പം 1ൻ്റെ എണ്ണമാണ് കുറവ്, അതുകൊണ്ട് 1 മൂവ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എഴുതാൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ 8th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 9th ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. വാട്ട് ഈസ് ദ പാരിറ്റി ഓഫ് ദി 20th ടേം ഓഫ് ദി വിരഹങ്ക സീക്വൻസ്? വിരഹങ്ക സീക്വൻസിലെ 20th ടേമിൻ്റെ പാരിറ്റി എന്താണ് എന്ന് പറയണം. അതായത് 20th ടേം ഈവൻ ആണോ ഓഡാണോ എന്ന് പറയണം. അപ്പോൾ നമുക്ക് വിരഹങ്ക സീക്വൻസ് ഒന്ന് എഴുതി നോക്കാം. കൺസിഡർ ദി വിരഹങ്ക സീക്വൻസ്. എന്താണ്? 1 2 2 plus 1 3 3 plus 2 5 5 plus 3 8 8 plus 5 13 13 plus 8 21 21 plus 13 34 34 plus 21 55 55 plus 34 89 89 plus 55 144 എക്സെട്ര ഇങ്ങനെ വരും. അപ്പോൾ നോക്കിയേ, ഇവിടെ പാറ്റേൺ എന്താ വരുന്നത്? ഓഡ് ഈവൻ ഓഡ് ഓഡ് ഈവൻ ഓഡ് ഓഡ് ഈവൻ ഓഡ് ഓഡ് ഈവൻ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ നോക്കിയേ, എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഓഡ് ഈവൻ ഓഡ് ഓഡ് ഈവൻ ഓഡ് ഓഡ് ഈവൻ ഓഡ് ഇങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 20th ടേം എന്തായിരിക്കും? ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 ഇത് വരും ഓഡ് ഈവൻ ഓഡ് ഓഡ് ഈവൻ ഓഡ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും അല്ലേ. ഇതേപോലത്തെ 6 സൈക്കിൾ വരുമ്പോൾ, അതായത് 3 ടേംസ് റിപ്പീറ്റ് ചെയ്താണ് വരുന്നത് അല്ലേ. അപ്പോൾ 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ എവിടെ വരും? 18th ടേമിൽ വരും. 18th ടേമിൽ അപ്പോൾ എന്തായിരിക്കും? ഓഡ് ഈവൻ ഓഡ് വരെ വരും. അടുത്ത 19th ടേം ഓഡായിരിക്കും. 20th ടേം ഈവൻ ആയിരിക്കും അല്ലേ. 20th ടേം ഈവൻ ആയിരിക്കും. ഇത് 19th ടേം. ഇവിടെ ഓഡ് ഈവൻ ഇങ്ങനെയാണ് വരുന്നത്. 3 എണ്ണം റിപ്പീറ്റ് ചെയ്ത് 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് 18th ടേമിൽ വരും. 19th ടേം അടുത്തതിൻ്റെ ഓഡ്, 20th ടേം ഈവൻ, 21th ടേം ഓഡ് ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ എന്തെഴുതാം? സോ പാരിറ്റി സൈക്കിൾ ഈസ് ഓഡ് ഈവൻ ഓഡ് റിപ്പീറ്റ്സ് എവരി 3 times. So 20th term is even. 20th term even ആണ് വരിക.